അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നാളെ നടക്കാനുള്ള പരീക്ഷയ്ക്ക് ജംഅ മുഫ്രദ്, സിംഗുലാർ പ്ലൂറൽ വെർബുകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് 5 ചോദ്യങ്ങൾ ഇവിടെ ഏകദേശം 10-20ഓളം ജംഅ മുഫ്രദുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് 5 എണ്ണം നാളത്തെ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും നിങ്ങളോട് ചോദിക്കും. ഓരോന്നും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും സാറ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂട്ടുകാരെ, സൂറത്തുൻ എന്നാൽ ചിത്രം എന്നാണ് അർത്ഥം. സൂറത്തുൻ എന്നാൽ ചിത്രം എന്നാണ് അർത്ഥം. സൂറത്തുൻ എന്നാൽ ചിത്രം. അതിന്റെ ജംആണ് സുവർ, ചിത്രങ്ങൾ എന്നാണ് അർത്ഥം. സുവർ, ചിത്രങ്ങൾ എന്നാണ് അർത്ഥം. മറ്റൊന്ന് നോക്കിക്കോളൂ, നെഹ്ർ. നെഹ്ർ എന്നാൽ പുഴ, റിവർ എന്നാണ് അർത്ഥം. അതിന്റെ ജംഅ അൻഹാറുൻ എന്നാണ്. അൻഹാറുൻ. അടുത്തത് നോക്കാം, മസ്കന്. മസ്കനുൻ എന്നാൽ താമസ സ്ഥലം എന്നാണ് അർത്ഥം. താമസ സ്ഥലം, വീട് എന്നൊക്കെ അർത്ഥം വരുന്ന താമസ സ്ഥലം എന്നതാണ് മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ ജംഅ മസാക്കീൻ എന്നാണ്. അടുത്തത് നോക്കൂ കൂട്ടുകാരെ, മൻളർ എന്നാണ്. മൻളർ എന്നാൽ കാഴ്ച എന്നാണ്. മാ അജ്മലുൽ മൻളർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ത് മനോഹരമായ കാഴ്ച. ആ മൻളർ എന്ന വാക്കിന്റെ ജംഅ മനാലിർ എന്നാണ്, കാഴ്ചകൾ എന്നാണ്. യൗം എന്നാൽ ദിവസം എന്നാണ് അർത്ഥം. ദിവസം എന്ന അർത്ഥം വരുന്ന യൗമിന്റെ ജംഅ അയ്യാം എന്നാണ്. എന്താണ്? അയ്യാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കാറൂറത്ത്. കാറൂറത്ത് എന്നാൽ പ്ലാസ്റ്റിക് ബോട്ടിലിനാണ് നമ്മൾ കാറൂറത്ത് എന്ന് പറയാ. അതിന്റെ ജംഅ കാറൂറാത്ത് എന്നാണ്. കാറൂറാത്ത് എന്നാൽ പ്ലാസ്റ്റിക് കുപ്പികൾ എന്നാണ് അർത്ഥം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്നാണ് അർത്ഥം. അടുത്ത നോക്കൂ, സമക്ക് എന്നാണ്. സമക്ക് എന്നാൽ ഫിഷ് എന്നാണ് അർത്ഥം. മത്സ്യം, മീൻ എന്നാണ് അർത്ഥം. മത്സ്യങ്ങൾ, മീനുകൾ എന്നതിന് അസ്മാക്കുൻ എന്നാണ് നമ്മൾ പറയാ. അടുത്ത നോക്കൂ കൂട്ടുകാരെ, ഹയവാനുൻ. ഹയവാൻ എന്നാൽ ആനിമൽ, മൃഗം എന്നാണ് അർത്ഥം. മൃഗങ്ങൾ എന്നതിന് ഹയവാനാത്തുൻ എന്നാണ് പറയാ. അടുത്തത് ത്വാഇറുൻ. ത്വാഇറുൻ എന്നാൽ പക്ഷി എന്നാണ് അർത്ഥം. പക്ഷികൾ എന്നതിന് ത്വയ്റുൻ എന്നാണ് പറയുക. അടുത്ത് നോക്കൂ, അഹ്. അഹ് എന്നാൽ ബ്രദർ എന്നാണ് അർത്ഥം. ഇഖ്വാൻ എന്നാൽ ബ്രദേഴ്സ് എന്നാണ് അർത്ഥം. അഹ്, ബ്രദർ. മുഷ്കിലത്ത് എന്നാൽ ഒരു പ്രശ്നം, ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി. ഇതിനെയാണ് മുഷ്കിലത്ത് എന്ന് പറയാ. അതിന്റെ മഷാക്കിലാണ്. എന്താണ്? മഷാക്കിലാണ്, മാറിപ്പോകരുത്. അടുത്ത നോക്കൂ, കബീർ എന്നാൽ വലിയ ഒന്നിനെയാണ് നമ്മൾ കബീർ എന്ന് പറയാ. അതിന്റെ ജംആണ് കിബാർ. അതുപോലെ തന്നെയാണ് ചെറുതിന് സ്വൈർ എന്ന് പറയും. അതിന്റെ ജംആണ് സിയാർ. കൂട്ടുകാരെ, റജുലി എന്നാൽ ഒരു പുരുഷൻ എന്നാണ്. അപ്പൊ ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മൾ റിജാലുൻ എന്നാ പറയാ. ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിൽ റിജാലുൻ എന്നാ പറയാ. ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, നിങ്ങൾ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ക്വിസ് മാസ്റ്റർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിസാഉൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? അതല്ലെങ്കിൽ മർഅത്തുൻ എന്നതിന്റെ ജം എന്താണ്? മർഅത്ത് എന്നാൽ ഒരു സ്ത്രീ എന്നാണ് അർത്ഥം. ഒരു സ്ത്രീ എന്നാണ് അർത്ഥം. സ്ത്രീകൾ എന്നതിന്, ഒരു കൂട്ടം സ്ത്രീകൾ എന്നതിന് നിസാഉൻ എന്നാണ് പറയാ. ഒരു കാരണവശാലും മാറിപ്പോകരുത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ത്വാലിബ് വിദ്യാർത്ഥി, തുല്ലാബ് വിദ്യാർത്ഥികൾ, ത്വാലിബത്ത് വിദ്യാർത്ഥിനി, ത്വാലിബാത്ത് വിദ്യാർത്ഥിനികൾ. അടുത്ത് നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യൗമ് എന്നാൽ ദിവസം എന്നാണ്. അയ്യാമ് എന്നാൽ ദിവസങ്ങൾ എന്നാണ്. കൂട്ടുകാരെ, ഏകദേശം 10-20ഓളം ജംഅകളും മുഫ്രദുകളും നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഉറപ്പാണ്, എഴുതി വെച്ചോളൂ, 5 എണ്ണം ഈ കാണുന്ന ജംഅ മുഫ്രദുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മിസ്സാകരുത്. ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം.